2020 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ മിനി സീരീസ് ഡാഡ് ബൈ ഡോക്യുമെന്റേഷന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് 23 വയസ്സുകാരി ആയങ് എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ 8 വയസ്സുകാരി സഹോദരി ഡാൻബിയെ വളരെയധികം നല്ല രീതിയിൽ നോക്കി വളർത്തുന്നത് അവളാണ്. അവരൊരു ചെറിയ അപ്പാർട്ട്മെന്റിൽ ഒന്നിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അവരുടെ പാരന്റ്സ് മുമ്പേ മരണപ്പെട്ടു പോയതാണ്. ജീവിത ചെലവുകളുടെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ ആയങ് ചില പാർട്ട് ടൈം ജോലികൾ ചെയ്തിരുന്നു. വിദ്യാഭ്യാസ കുറവ് കാരണവും മറ്റും അവൾക്ക് നല്ലൊരു ജോലി ലഭിച്ചതേയില്ല. പലപ്പോഴും വരുമാനം കുറവായതുകൊണ്ട് തന്നെ വാടക കൊടുക്കൽ പോലും പരുങ്ങലിലാവുമായിരുന്നു. അത്തവണയും പതിവ് പോലെ റെന്റ് കൊടുക്കാൻ ആയങ്ങിന്റെ കയ്യിൽ പണം തികഞ്ഞില്ല. ഹൗസ് ഓണർ വന്ന് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആയങ് കുറച്ച് സമയം ചോദിച്ചു. റെന്റ് കൊടുക്കുവാൻ എങ്ങനെയെങ്കിലും കുറച്ചധികം പണം സമ്പാദിക്കണം എന്നായങ് ചിന്തിക്കാൻ തുടങ്ങി. അവൾക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അന്നായങ് ജോലിക്കായി പോകുമ്പോൾ മറ്റു 2 കുട്ടികൾക്കൊപ്പം ഫൈറ്റ് ചെയ്ത് പാർക്കിൽ നിൽക്കുന്ന ഡാൻബിയെ അവൾ കണ്ടു. ഡാൻബിക്ക് അടുത്തെത്തി എന്താ കാര്യമെന്ന് അവൾ തിരക്കി. ആ കുട്ടികൾ ഡാൻബിയെ അച്ഛനില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയെന്നും അതുകൊണ്ട് ഫൈറ്റ് ഉണ്ടാക്കിയത് എന്നും ഡാൻബി പറഞ്ഞു. ആയങ് ആ കുട്ടികളെ ചീത്ത പറഞ്ഞോടിച്ചു. ഡാൻബിയെ സമാധാനപ്പെടുത്തുകയും തന്റെ സഹോദരി സങ്കടപ്പെടാതിരിക്കുവാൻ വേണ്ടത് ചെയ്യുകയും ചെയ്തു. ആയങ് വർക്ക് ചെയ്യുന്നിടത്ത് യൂജുഹോ എന്നു പേരുള്ളൊരു പയ്യനും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി അവൾക്ക് അവനെ അറിയാം. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ. നടന്ന കാര്യങ്ങളും റെന്റ് കൊടുക്കാനില്ലാത്തതും തന്റെ ജീവിത പ്രശ്നവുമൊക്കെ ആയങ്ങെന്ന് അവനോട് പറഞ്ഞു. ആയങ്ങിന്റെ കഥ മുഴുവൻ കേട്ടതും ജോഹോ ആയങ്ങിനോടും ഡാൻബിയോടും തന്റെ വീട്ടിലേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർക്ക് റെന്റൊന്നും കൊടുക്കേണ്ട വരില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആയങ് വളരെ ബഹുമാനത്തോടുകൂടി തന്നെ ആ ഓഫർ വേണ്ടെന്ന് പറഞ്ഞു. ജോഹോയ്ക്ക് ഒരു ബാധ്യതയാവാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അടുത്തൊരു ദിവസം ഒരു റെസ്റ്റോറന്റിന്റെ വെളിയിലൂടെ പോവുകയായിരുന്ന ഡാൻബി റെസ്റ്റോറന്റിനകത്ത് ഒരച്ഛനും മകളും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും മറ്റും കണ്ട് ഗ്ലാസ് വഴി അകത്തേക്ക് നോക്കി നിൽക്കാൻ ആരംഭിച്ചു. അതവർ കൺകംഫോർട്ടബിൾ ആകുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച റെസ്റ്റോറന്റ് ഓണർ പുറത്തു വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഡാൻബി നോക്കി നിൽക്കുകയാണ് എന്ന തരത്തിൽ അവളെ കൊച്ചാക്കി സംസാരിക്കുകയും അവിടെ നിന്ന് പോവാൻ പറയുകയും ചെയ്തു. ആ സമയം അങ്ങോട്ടേക്ക് യൂസങ് എന്നു പേരുള്ള ഒരു യുവാവ് കടന്നു വന്നു. ഡാൻബിയോട് അയാൾ അങ്ങനെ ചീത്ത പറയുന്നത് യൂസങ്ങിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഡാൻബിയുമായി അവൻ സംസാരിച്ചു. ഓണർക്കെതിരെ നിന്ന് ഡാൻബിയെ ഡിഫെൻഡ് ചെയ്തു. പിന്നാലെ ഡാൻബിയോട് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് തന്റെ ഒപ്പം റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. ഡാൻബി യൂസാങ്ങിന്റെ ഓഫർ സ്വീകരിച്ചു. റെസ്റ്റോറന്റിനകത്തിരുന്ന് അവർ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ഡാൻബിയും യൂസാങ്ങും ഓരോന്ന് സംസാരിച്ചിരിക്കെ താൻ റെസ്റ്റോറന്റിന്റെ വെളിയിൽ നിന്നും ആ പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നത് നോക്കിയല്ല നിന്നതെന്നും ആ പെൺകുട്ടിയുടെ അച്ഛൻ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നതും അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെയാ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. താനൊരു അനാഥയാണ്, തന്റെ അച്ഛൻ മരണപ്പെട്ടു പോയതാ എന്ന് അവരോടായി പറഞ്ഞു. തന്റെ അച്ഛൻ തന്റെ കൂടെ ഉണ്ടെങ്കിലെന്ന് താൻ ഏറെ ആഗ്രഹിക്കുന്നു എന്നും അവൾ കൂട്ടിച്ചേർത്തു. അത് കേട്ടതും യൂസാന് അതിശയവും ഒപ്പം ഡാൻബിയെ ഓർത്ത് ദുഃഖവും തോന്നി. അന്ന് വൈകുന്നേരം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ആയങ്ങിനോട് ഡാൻബി എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ തുടങ്ങി. യൂസങ് അന്ന് ഉച്ചക്ക് റെസ്റ്റോറന്റിൽ വെച്ച് ഭക്ഷണം വാങ്ങി തന്നതും സ്നേഹത്തോടെ ഇടപഴകിയതുമൊക്കെയും അവൾ ചേച്ചിയോട് പറഞ്ഞു. ഒക്കെ കേട്ടതും ആയങ്ങിനും അതിശയം തോന്നിയിരുന്നു. ഒരു പരിചയവുമില്ലാത്ത തന്റെ സഹോദരിക്ക് അത്രയും ദയോടെ ഒരച്ഛനെ പോലെ ഭക്ഷണം വാങ്ങിക്കൊടുത്തത് ആരായിരിക്കും അവൾ ചിന്തിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യൂസങ് ആയങ്ങിന്റെ ജോലി സ്ഥലത്തെത്തി. അവരെപ്പറ്റി അന്വേഷിച്ച് മനസ്സിലാക്കിയ ശേഷമായിരുന്നു വരവ്. യാഥാർത്ഥ്യത്തിൽ യൂസൻ വലിയൊരു കമ്പനിയുടെ CEO ആണ്. ആയങ്ങുമായി ഒരു ഡീലിനു വേണ്ടിയിട്ടായിരുന്നു യൂസങ് അവിടെ എത്തിയത്. അത്യാവശ്യം ഓഫറുകളും കാര്യങ്ങളും എഴുതിയ പേപ്പർ യൂസങ് ആയങ്ങിന് കൊടുത്തു. ആയങ്ങിനെയും ഡാൻബിയെയും താൻ ദത്തെടുക്കാമെന്നും അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ സൗകര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാം എന്ന് യൂസങ് ആയങ്ങിനോട് പറഞ്ഞു. അതിനെപ്പറ്റി ആലോചിക്കാൻ അവൾക്ക് സമയവും അവൻ അനുവദിച്ചു. അന്ന് വൈകുന്നേരം ആയങ് ജോഹോയെ കണ്ടു. യൂസങ്ങിന്റെ ഓഫർ പറ്റിയും എഗ്രിമെന്റിനെ പറ്റിയും അവൾ ജോഹോയോട് പറഞ്ഞു. പക്ഷേ ജോഹോയ്ക്ക് കൂടുതൽ പ്രശ്നം തോന്നുകയായിരുന്നു ചെയ്തത്. പെട്ടെന്ന് മിസ്റ്റീരിയസ് ആയ ഒരു മനുഷ്യൻ വന്ന് ഇത്തരത്തിൽ അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം, കൂടെ കൂട്ടാം എന്നൊക്കെ പറയുമ്പോൾ അവനത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന പോലെ അവന് തോന്നി. ആളുകളെ അധികം പെട്ടെന്ന് വിശ്വസിക്കില്ലാത്ത ജോഹോ അതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞ് സംസാരിക്കാനും ആരംഭിച്ചു. ആയങ്ങും സഹോദരിയും യൂസങ്ങിനൊപ്പം യൂസങ്ങിന്റെ ഇടത്തേക്ക് താമസം മാറ്റണമായിരുന്നു. പക്ഷേ തനിക്ക് മുമ്പിൽ മറ്റു വഴികളില്ലെന്നും ഈ ഓഫർ
ഓഫർ സ്വീകരിക്കുകയല്ലാതെ ഫിനാൻഷ്യലി തന്റെ സഹോദരിയെ സപ്പോർട്ട് ചെയ്യുവാൻ വേറെ വഴിയൊന്നും താനിപ്പോൾ കാണുന്നില്ല എന്നും അവൾ പറഞ്ഞു. അധികം വൈകാതെ ആയങ് യൂസങ്ങിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്തു. സഹോദരി ഡാൻബിക്കൊപ്പം യൂസങ്ങിന്റെ വലിയ വീട്ടിലേക്ക് താമസവും മാറ്റി. ആ വളരെ വലിയ വീട്ടിൽ യൂസങ് തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആയങ്ങും ഡാൻബിയും ആ വീടുമായിട്ടിണങ്ങി. വൈകാതെ ഒരു ദിവസം താനും ഡാൻബിയും ഇപ്പോൾ യൂസങ്ങിന്റെ വീട്ടിലാ താമസിക്കുന്നത് എന്ന വിവരം ജൂഹോയോട് ആയങ് വെളിപ്പെടുത്തി. അത് കേട്ടതും ജൂഹോ ആകെ വല്ലാതായി. അവനത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ അത് ആയങ്ങിന്റെ ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ അവനതിൽ ഒന്നും ചെയ്യാനും സാധിക്കില്ലായിരുന്നു. ഡാൻബിക്കാണെങ്കിൽ എപ്പോഴും അച്ഛന്റെ സാന്നിധ്യം വേണമെന്നാണ്. യൂസങ് ഡാൻബിയോട് മകളെപ്പോലെ പെരുമാറുന്നുമുണ്ട് തന്റെ സഹോദരിക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ അവിടെ തുടരുവാൻ ആയങ് തീരുമാനിക്കുകയായിരുന്നു. അടുത്ത ദിവസം ആയങ്ങും യൂസാങ്ങും തമ്മിൽ സംസാരമുണ്ടായി. ആ വീട്ടിൽ താമസിക്കുമ്പോൾ ആയങ്ങും ഡാൻബിയും പാലിക്കേണ്ട മര്യാദകളെ പറ്റിയും റൂളുകളെ പറ്റിയുമായിരുന്നു അവർ സംസാരിച്ചത്. ആയങ് അതൊക്കെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനിരിക്കെ ഒരു ദിവസം ആയങ് വീട്ടിൽ തുണികളൊക്കെ ഉണക്കിക്കൊണ്ട് നിൽക്കെ അങ്ങോട്ടേക്ക് മധ്യവയസ്കനായ ഒരു വ്യക്തി കടന്നു വന്നു. യൂസാങ്ങിനെ കാണാനെത്തിയ വ്യക്തിയായിരുന്നു അത്. കാഴ്ചയിൽ തന്നെ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച് പ്രധാനപ്പെട്ട വ്യക്തിയെപ്പോലെ തോന്നിക്കുന്ന പ്രകൃതം. പിന്നാലെ അങ്ങോട്ടേക്ക് യൂസാങ് കടന്നു വന്നു. അങ്ങോട്ടേക്കെത്തിയ ആ വ്യക്തിയെ അങ്കിളെന്ന് അഭിസംബോധന ചെയ്തു. തന്റെ അങ്കിളാണെന്ന് പറഞ്ഞ് ആയങ്ങിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇതേ സമയം യൂസാങ്ങിന്റെ അങ്കിൾ വീട്ടിൽ യൂസാങ്ങിനൊപ്പം ഒരു പെൺകുട്ടിയെ കണ്ട് അതിശയിച്ചിരുന്നു. ഈ പെൺകുട്ടി ഏതാണ് എന്ന മട്ടിൽ അങ്കിൾ യൂസാങ്ങിനോട് ഉടനടി ചോദിക്കുകയും ചെയ്തു. എന്തു പറയണമെന്നറിയാതെ യൂസാങ് ഒരു നിമിഷം കുഴങ്ങി. എഗ്രിമെന്റ് പ്രകാരം താൻ അവരുടെ ഗാർഡിയനാണെന്ന് പറയണോ, അത് പുറത്തറിഞ്ഞാൽ കമ്പനിയെ ബാധിക്കുമോ എന്നൊക്കെ അവൻ ഭയന്നു. അതുകൊണ്ട് പെട്ടെന്ന് ആയങ് ഇവിടുത്തെ മെയ്ഡാണ് എന്നായിരുന്നു അവൻ പറഞ്ഞത്. ആയങ് വീട്ടുജോലിക്കാരിയാണെന്ന് പറഞ്ഞത് അങ്കിൾ വിശ്വസിച്ച പോലെ നടിച്ചു. ശേഷം അവിടെ നിന്ന് പോകുമ്പോൾ തന്റെ സ്റ്റാഫിനടുക്കൽ ആയങ്ങിന് മേലൊരു കണ്ണു വേണമെന്നും അവളെപ്പറ്റി അന്വേഷിക്കാനും കൂട്ടിച്ചേർത്തു. അങ്കിൾ പോയതിനു പിന്നാലെ യൂസങ് ആയങ്ങിനോട് അവളെ വീട്ടുജോലിക്കാരി എന്ന് വിളിച്ചതിന് തന്നോട് ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആയങ്ങിന് അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. യൂസങ്ങിന്റെ സിറ്റുവേഷൻ അവൾക്ക് മനസ്സിലാവുമായിരുന്നു. താൻ കാരണം യൂസങ്ങിന് ഒരു കുഴപ്പവും ഉണ്ടാവരുത് എന്നായിരുന്നു അവൾ ആഗ്രഹിച്ചതും. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. യൂസാങ്ങും ആയങ്ങും ഡാൻബിയും തമ്മിലുള്ള ബന്ധം അടുത്തടുത്തു വന്നു. ആയങ്ങും യൂസങ്ങും ഒന്നിച്ച് പലയിടവും സന്ദർശിക്കാനും മറ്റും പോയി. യൂസങ്ങിന് തനിക്കൊരു കമ്പാനിയനെ കിട്ടിയ പോലായിരുന്നു. അവരിരുവരും മനസ്സ് തുറന്ന് സംസാരിക്കുകയും മറ്റും ചെയ്തു. പക്ഷേ ഈ സമയത്തൊക്കെയും അവരറിയാതെ അവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. യൂസങ്ങിന്റെ വീട്ടിലേക്കും എത്തി. ആയങ്ങും യൂസങ്ങും ഡാൻബിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളും അയാൾ ക്യാമറയിൽ പകർത്തി. വൈകാതെ ആയങ്ങിന്റെ സുഹൃത്തിന്റെ വിവാഹം വരികയായിരുന്നു. വിവാഹ ഫംഗ്ഷന് പോകുവാൻ ആയങ് അണിഞ്ഞൊരുങ്ങി തയ്യാറായി വന്നു. അത്രയും ഭംഗിയായി ആയങ്ങിനെ യൂസങ് ആദ്യമായി കാണുകയായിരുന്നു. അവൻ അവളോട് വല്ലാത്തൊരു ആകർഷണം തോന്നി. അന്ന് വിവാഹ പാർട്ടിക്കൊക്കെ പോയി മടങ്ങി വരുമ്പോൾ ആയങ്ങിനൊപ്പം ജൂഹോ ഉണ്ടായിരുന്നു. അവർ കളിച്ചു ചിരിച്ച് മുന്നോട്ട് നടന്നു വന്നുകൊണ്ടിരുന്നു. ആയങ്ങിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ജൂഹോ അവളുടെ കൂടെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ യാത്രാമധ്യേ ആയങ് ഞെട്ടിക്കുന്ന ഒരു ആർട്ടിക്കിൾ കണ്ടു. യൂസങ്ങിനെയും ആയങ്ങിനെയും ഡാൻബിയെയും കണക്ട് ചെയ്ത് തയ്യാറാക്കപ്പെട്ട ആർട്ടിക്കിൾ ആയിരുന്നു അത്. യൂസങ്ങിനെ മോശം രീതിയിൽ അതിൽ പരാമർശിക്കുകയും മറ്റും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത് വൈറലായിക്കൊണ്ടിരുന്നു. താനും ഡാൻബിയും കാരണം യൂസങ്ങിന് മോശം സംഭവിക്കുകയാണല്ലോ, യൂസങ്ങിന്റെ കമ്പനിക്ക് അത് ചീത്തപ്പേരാകുമല്ലോ, ബിസിനസിനെ ബാധിക്കുമല്ലോ എന്നൊക്കെയോർത്ത് ആയങ് അസ്വസ്ഥയായി. ആ വിവരം അറിഞ്ഞതും യൂസങ്ങിനൊപ്പം ജീവിക്കുന്ന ആയങ്ങിന്റെയും ഡാൻബിയുടെയും സേഫ്റ്റിയും മറ്റുമോർത്ത് ജൂഹോയും വല്ലാതെ വറീഡാവാൻ തുടങ്ങി. അധികം വൈകാതെ അവരുള്ളിടത്തേക്ക് യൂസങ്ങും വന്നെത്തി. ആയങ് വറീഡായി നിൽക്കുന്ന കണ്ട് അവനും അല്പം ആശങ്ക തോന്നിയിരുന്നു. ആയങ്ങൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ജൂഹോ ഉടൻ ഇനി മുതൽ ആയങ്ങിനെയും ഡാൻബിയെയും താൻ സംരക്ഷിച്ചോളാം എന്ന് യൂസാങ്ങിനോട് പറഞ്ഞു. മാത്രമല്ല അവിടെ വെച്ച് ആയങ്ങിനെ താൻ പ്രണയിക്കുന്നുണ്ട് എന്നും അവൻ വ്യക്തമാക്കി. പക്ഷേ ആയങ്ങിനെയും ഡാൻബിയെയും കൈവിട്ട് കളയുവാൻ യൂസങ്ങിന് സാധിക്കുമായിരുന്നില്ല. നമ്മുടെ കോൺട്രാക്ട് ഞാൻ ക്യാൻസൽ ചെയ്യാമെന്നും പുതിയൊരു കോൺട്രാക്ട്, പുതിയൊരു സ്ഥാനം നിനക്ക് തരാമെന്നും യൂസങ് അവളോട് പറഞ്ഞു. എന്റെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് യൂസങ് ആയങ്ങിനോട് തിരക്കി. തന്റെ പ്രണയം അവളോട് തുറന്നു പറയുകയും ചെയ്തു. അത് പറഞ്ഞതിന് പിന്നാലെ ആലോചിച്ച തീരുമാനം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞവൻ അവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്തു. യൂസങ് പോയതും നീ എന്താ പറഞ്ഞത് എന്ന് ആയങ് ജൂഹോയോട് ചോദിച്ചു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി താൻ അവളെ പ്രണയിക്കുന്നുണ്ടെന്നും ഇപ്പോഴാ അത് പറയാൻ പറ്റിയത് എന്നും ജൂഹോ പറഞ്ഞു. അത് കേട്ടതും ആയങ് ദുഃഖചിന്തയിലാണ്ടു.
ഒരിക്കൽ പോലും ജോഹോയെ അവൾ തന്റെ കാമുക സ്ഥാനത്ത് കണ്ടിരുന്നേയില്ല. ഒരു സുഹൃത്തായി മാത്രമേ അവൾ കണ്ടിരുന്നുള്ളൂ. ജോഹോയുടെ അവസ്ഥയോർത്ത് ആയങ്ങിന് ദുഃഖമുണ്ടായിരുന്നു. എന്നിരുന്നാലും സത്യങ്ങൾ തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത് എന്ന് ചിന്തിച്ച അവൾ ജോഹോയെ താനൊരു സുഹൃത്തു മാത്രമായിട്ടാണ് കാണുന്നത് എന്നവനോട് വ്യക്തമായും പറഞ്ഞു. എല്ലായ്പ്പോഴും അവൻ തന്നോട് നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്, തന്നോടൊന്നും തോന്നരുത് എന്നും അവൾ കൂട്ടിച്ചേർത്തു. പിന്നാലെ അവൾ അവിടെ നിന്നും യൂസാങ്ങിന്റെ അടുത്തേക്കെത്തി യൂസാങ്ങിന്റെ ലൈഫ് പാർട്ട്ണർ ആകുവാൻ തനിക്ക് സമ്മതമാണ് എന്ന കാര്യം അറിയിച്ചു. അവരെ പറ്റിയുള്ള വാർത്തകൾ വന്നതോടെ യൂസാങ്ങിന്റെ കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാം ഓക്കെയായി യൂസാങ് തിരികെ തന്നിലേക്ക് എത്തുന്നവരെ കാത്തിരിക്കാൻ താൻ ഒരുക്കമാണ് എന്നും ആയങ് അവനോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ചു നാളത്തേക്ക് അകന്നു നിൽക്കുവാനും കാര്യങ്ങൾ പരിഹരിച്ചു കഴിയുമ്പോൾ വീണ്ടും ഒന്നിക്കാനും അവർ തീരുമാനിച്ചു. ആയങ് വീണ്ടും കോഫി ഷോപ്പിലെ തന്റെ പഴയ ജോലിയിലേക്ക് മടങ്ങി ജീവിത ചെലവുകൾക്കായി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിക്കാനും മറ്റും ആരംഭിച്ചു. ആരും അറിയാതെ യൂസങ്ങും അവളെ സഹായിക്കുന്നുണ്ടായിരുന്നു. യൂസങ് പിന്നാലെ തന്റെ അങ്കിളിനെ ചെന്ന് കണ്ടു. ആയങ്ങുമായുള്ള തന്റെ യഥാർത്ഥ റിലേഷൻഷിപ്പിനെ പറ്റി തുറന്നു പറഞ്ഞു. അങ്കിളിന്റെ തെറ്റിദ്ധാരണകൾ അടക്കം മാറ്റി കമ്പനിയിലെ പ്രശ്നങ്ങളും പതിയെ സോൾവ് ചെയ്തെടുത്തു. കുറച്ചു നാളുകൾക്ക് ശേഷം പാർക്കിൽ വെച്ച് ഡാൻബിയും ഡാൻബിയുടെ പഴയ കൂട്ടുകാരും തമ്മിൽ വീണ്ടും പ്രശ്നമുണ്ടാവുകയായിരുന്നു. ആ കുട്ടികൾ ഡാൻബിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞ് അവളെ കളിയാക്കാൻ തുടങ്ങി. ആ സമയം അങ്ങോട്ടേക്ക് യൂസങ് കടന്നു വന്നു. താനാണ് അവളുടെ അച്ഛൻ എന്ന് ആ കുട്ടികൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. യൂസങ്ങിനെ ഡാൻബിയുടെ അച്ഛനായി കണ്ടതും ആ കുട്ടികൾ പരിങ്ങലിലായി. പിന്നീട് അധികം വൈകാതെ യൂസങ് ആയങ്ങിന്റെ മുമ്പിലേക്കും കടന്നു ചെന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം യൂസങ്ങിനെ അങ്ങനെ വീണ്ടും കണ്ടുമുട്ടിയതിൽ ആയങ് അത്രമേൽ സന്തോഷിച്ചിരുന്നു. അവർ കെട്ടിപ്പിടിച്ച സന്തോഷം പങ്കുവെച്ചു. പിന്നാലെ യൂസങ് തന്റെ ഭാര്യയാകുവാൻ ആയങ്ങിനോട് പ്രപ്പോസ് ചെയ്തു. അവൾ സന്തോഷത്തോടെ ആ പ്രപ്പോസൽ സ്വീകരിച്ചു. ആ ദൃശ്യത്തോടെ മിനി സീരീസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.